വകവയ്ക്കാതെ രക്ഷാദൌത്യം ചാലിയാർ പുഴയിലും തെരച്ചിൽ തുടരുന്നു. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി ദുരന്ത നിവാരണ മാർഗരേഖ കൊണ്ടുവരുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. നടപടി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള മാർഗരേഖ പരിഷ്കരിച്ച് നടപ്പാക്കും. വിഴിഞ്ഞം പദ്ധതിയുടെ ഗുണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാൻ പദ്ധതി തയ്യാറാക്കണമെന്നും മന്ത്രാലയം. സംസ്ഥാനത്ത് മഴ കനക്കും. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ഇന്നും നാളെയും അതിശക്ത മഴയ്ക്ക് സാധ്യത. മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാനയും കാട്ടുപോത്തും. പടയപ്പ എത്തിയത് ചിറ്റിവാര എസ്റ്റേറ്റിൽ. കാട്ടുപോത്തിറങ്ങിയത് നല്ല തണ്ണിയിൽ. വ്യാപകമായി കൃഷി നശിപ്പിച്ചതായി തൊഴിലാളികൾ. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് ഇന്ന് ഹൈക്കോടതിയിൽ. പ്രതി രാഹുലും പരാതിക്കാരിയും നേരിട്ട് ഹാജരാകണം. നടപടി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ. തൃശൂർ പൂരം നടത്തിപ്പിൽ പ്രത്യേക യോഗം വിളിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മന്ത്രിമാരും ദേവസ്വം ഭാരവാഹികളും പങ്കെടുക്കും. പൂരം വെടിക്കെട്ടിലുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക ലക്ഷ്യം. ബംഗ്ലാദേശിലെ കലാപങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ നടപടിയെടുക്കണമെന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ഹസീനയുടെ പ്രസ്താവന മകന്റെ സമൂഹമാധ്യമ അക്കൌണ്ടിലൂടെ. ഇന്ത്യയിലെത്തിയ ശേഷം ഹസീനയുടെ ആദ്യ പ്രതികരണം. ഷിരൂരിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കർണാടകയിലെ ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് ഇന്ധനാംശം കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താനായുള്ള തെരച്ചിലിനായി എത്തിയപ്പോഴാണ് ഇന്ധനാംശം മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ഭാഗത്താണ് ഈശ്വർ മൽപ്പെ സംഘം ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. പുഴയിൽ ഇന്ധനത്തിന്റെ അംശം കണ്ടെത്തി. ഇന്നലെ അർജുന്റെ ലോറിയുടെ ജാക്കി കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഇന്ന് തെരച്ചിൽ നടത്തുമെന്നാണ് ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം പറഞ്ഞത്. ഇത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇന്ധനത്തിന്റെ അംശം കൂടി കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ആ പ്രദേശത്ത് തന്നെ ലോറി ഉണ്ടാകും. ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുനുണ്ടോ എന്ന വലിയ ചോദ്യം അത് ബാക്കിയാകുന്നു. അതിന് ഇന്നുത്തരമുണ്ടാകുമോ, ഇന്നുത്തരം കിട്ടുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഷിരൂരിൽ തെരച്ചിലിനായി ഈശ്വർ മൽപ്പയും സംഘവും എത്തിയിട്ടുണ്ട്. നേവി ഉദ്യോഗസ്ഥരും അവിടേക്ക് മുങ്ങൽ വിദഗ്ധരടക്കം അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അർജുനെ കണ്ടെത്താനായുള്ള തെരച്ചിൽ അത് കൂടുതൽ അർജുനിലേക്ക് അടുക്കുന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. KV ബൈജു ചേരുന്നു. ബൈജു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത വരുന്നത് ഇന്ധനാംശം പുഴയിൽ കണ്ടെത്തി എന്നുള്ളതാണല്ലോ. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? അശ്വതി, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ ഇവിടെ നിന്നും പുറത്തു വരുന്നത്. അതായത് ലോറിയുടേതെന്ന് സംശയിക്കുന്ന ഇന്ധനത്തിന്റെ അംശം ഇപ്പോൾ ഈശ്വർ മൽപ്പെ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഈ മണിക്കൂറുകളിലെ പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ ലോറിയുടെ ജാക്കി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെത്തിയ അതേ സ്ഥലത്താണ്. നമുക്ക് വേണമെങ്കിൽ ദൃശ്യങ്ങളിൽ നിന്ന് ആ ദൃശ്യം കൃത്യമായി കാണാം. ഈ വെള്ളം പുഴയുടെ അടിയൊഴുക്ക് കുറഞ്ഞതുകൊണ്ടാകാം ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പക്ഷേ ഡീസലിന്റെ അംശം പുറത്തേക്ക് വരുന്നതായിരിക്കാമെന്നാണ് ഈശ്വർ മൽപ്പെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ ഈശ്വർ മൽപ്പെ ഒരുങ്ങുന്നത്. അദ്ദേഹം ഒരു വട്ടം ഈ സ്ഥലത്ത് ഇറങ്ങി പരിശോധന നടത്തി. അത് ഒരു ഡീസലിന്റെ അംശമാണെന്ന ഒരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. അത് സ്ഥിരീകരിക്കാനുണ്ട്. എന്തായാലും നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. അത് പുഴയുടെ അടിയിൽ നിന്നും മുകളിലേക്ക് ഇത്തരത്തിൽ പൊങ്ങി വന്ന് ഒഴുകി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എണ്ണപ്പശ എന്ന ഒരു രീതിയിലായിരുന്നു ആദ്യം കണ്ടതെങ്കിൽ ഇപ്പോൾ അത് പുഴയിലിറങ്ങി പരിശോധിച്ചപ്പോൾ അത് ഡീസലിന്റെ അംശം പോലെ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. ഏതായാലും അത് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. താഴെ നിന്നും ഇത്തരത്തിൽ വലിയ തോതിൽ അത് കൂടി മുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. ആ സ്ഥലമായിരിക്കും ഇപ്പോൾ പ്രധാനമായും തെരച്ചിൽ നടത്തുക എന്നാണ് മാൽപ്പെ അറിയിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് ഇത്. ഈ ഇന്നത്തെ തെരച്ചിലിൽ ഏറ്റവും നിർണായകമാകുക ഈ ഒരു സൂചന തന്നെയാണ്. അത് കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നേരത്തെ
അവിടെ പുഴയുടെ അടിയൊഴുക്ക് വലിയ തോതിൽ ഉണ്ടാവുകയും അതുപോലെ തന്നെ വെള്ളം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലായിരിക്കും അത് കാണാതെ പോയത്. ഇപ്പോൾ ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ ലോറി ഉള്ള സ്ഥലം ഇപ്പോൾ നേരത്തെ കണ്ടെത്തിയ അതേ സ്ഥലം, ആ ലോറിയിൽ നിന്നായിരിക്കാം ഇത്തരത്തിൽ ഡീസൽ മുകളിലേക്ക് വരുന്ന എന്നൊരു സൂചന മാത്രമാണ്. അതിന് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ആ രീതിയിലാണ് മൽപെ പ്രതികരിച്ചത്. ഏതായാലും അദ്ദേഹം ആ സ്ഥലം കേന്ദ്രീകരിച്ചിപ്പോൾ തിരച്ചിൽ നടത്താനാണ് ആലോചിക്കുന്നത്. ആ രീതിയിൽ ഒരു വട്ടം അദ്ദേഹം അവിടെ ഇറങ്ങി അത് പരിശോധിച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് ഇറങ്ങി പരിശോധിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത് സ്ഥിരീകരണം വരാനുണ്ട്. വളരെ നിർണായകമായ ഒരു വിവരമായിരിക്കും ഒരു പക്ഷേ അത് ഈ തെരച്ചിലിന്റെ ഏറ്റവും നിർണായകമായ ഒരു മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലായിരിക്കും എന്തായാലും നടക്കുക. ഏതായാലും സാഹചര്യം തന്നെയാണ് ഇപ്പോഴും. കാലാവസ്ഥ രാവിലെ വളരെ ചെറിയ തോതിലുള്ള മഴ ഉണ്ടായിരുന്നെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. മഴ മാറിയിരിക്കുന്നു. ഇന്നലെ നല്ല വെയിലായിരുന്നെങ്കിൽ ഇന്ന് വെയിൽ വരുന്ന ഒരു സാഹചര്യം ഏതായാലും കാണുന്നില്ല. പക്ഷേ മഴ മൂടിക്കെട്ടിയ ഒരു സാഹചര്യമുണ്ട്. മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കുറവാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് തെരച്ചിലിനെ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് മൽപെ വ്യക്തമാക്കിയത്. ഇന്ന് ഏത് രീതിയിലും തെരച്ചിൽ നടത്തും. ഇപ്പോഴാണ് ഈ മൽപെ ഇവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഡീസലിന്റെ എന്ന് തോന്നിക്കുന്ന അംശം ഇങ്ങനെ പുഴയുടെ മുകളിലേക്ക് ഒലിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് അദ്ദേഹം അവിടെ ഇറങ്ങി വിശദമായി പരിശോധന നടത്തിയപ്പോഴാണ് അത് ഒരു താഴെ ഇത്തരത്തിൽ പൊങ്ങി വരുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കൂടുതലായി ഇപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് പുഴയുടെ വെള്ളം കുറഞ്ഞ സാഹചര്യത്തിൽ ഒരു പക്ഷേ ലോറി അവിടെ ആ സ്ഥലത്ത് ഉണ്ടെങ്കിൽ അത്തരത്തിൽ ഡീസൽ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഈ നേരത്തെ തന്നെ ഭാരത് ബെൻസ് കമ്പനി വ്യക്തമാക്കിയത് ഈ വണ്ടി പരിശോധിച്ചപ്പോൾ അപകട സമയത്ത് പരിശോധിച്ചപ്പോൾ ഇതിൽ ഫുൾ ടാങ്ക് ഡീസൽ ഉണ്ടായിരുന്നു എന്നാണ്. നേരത്തെ ഡീസലിന്റെ അംശമൊന്നും തന്നെ ഈ പുഴയിൽ എവിടെയും കണ്ടെത്താൻ സാധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ ഈ വാഹനം വളരെ അടുത്ത് നമുക്ക് അരികിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തായിരിക്കണം ലോറി ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഇന്ദ്രപാൽ നടത്തിയ തെരച്ചിലും ഈ സ്ഥലത്താണ് വലിയ ഈ ലോഹവസ്തു അതായത് ലോറിയുടെ ഈ സാന്നിധ്യം കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഈ ലോറി ഉള്ള സ്ഥലം കണ്ടെത്തിയെന്ന ഒരു സ്ഥിരീകരണവും അന്ന് നൽകുന്ന സാഹചര്യമുണ്ടായത്. പക്ഷെ അപ്പോഴും ലോറി കരികിൽ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. 29 ദിവസത്തിന് ശേഷം ലോറിയുടെ അവശിഷ്ടവും ഒപ്പം ഇത്തരത്തിലുള്ള സൂചനകളും ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ വരുന്ന മണിക്കൂറുകൾക്കകം തന്നെ അർജുനിലേക്ക് ഇന്നിപ്പോൾ 30-ാം ദിവസമാണ് അർജുനെ കാണാതായിട്ട്. അവിടെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായിട്ട് 30-ാം ദിവസമാണ്. ഇന്ന് നമ്മൾ നേരത്തെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയപ്പോൾ സൈന്യത്തിന്റെ ഒക്കെ സഹായത്തോടെ നേവിയുടെ സഹായത്തോടെയൊക്കെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയപ്പോഴും ലോറിയുടേതായിട്ടൊരു ഭാഗവും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. അതിന് ഏറ്റവും വെല്ലുവിളിയായി നിന്നത് ഈ ഗംഗാവലിപ്പുഴയുടെ അടിയൊഴുക്ക് തന്നെയായിരുന്നു. മറ്റൊന്ന് ഇതിൽ നിന്ന് തെറിച്ചു പോയതാകാം, അല്ലെങ്കിൽ ഈ ലോഡിലുണ്ടായിരുന്ന തടിക്കഷ്ണം, പലയിടത്തു നിന്നും തടിക്കഷ്ണം കണ്ടെത്തുകയും അത് ഈ അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്നത് തന്നെയെന്ന് മനാഫ് തിരിച്ചറിയുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ നിന്നായിരുന്നില്ല, മറ്റു സ്ഥലങ്ങളിലേക്ക് ഒഴുകിപ്പോയ തടിക്കഷ്ണമായിരുന്നു. ഇപ്പൊ നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ഇന്ധനത്തിന്റെ അംശം കണ്ടെത്തി എന്ന് പറയുന്നു. ഒപ്പം ഇന്നലെ ജാക്കി കണ്ടെത്തി. അപ്പോൾ അത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. അവിടെ തിരയുമ്പോൾ ഇനിയുള്ള വെല്ലുവിളി എന്താണ്? അഥവാ അവിടെ ലോറി നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ, അർജുന്റെ ട്രക്ക് അവിടെ കണ്ടെത്തുകയാണെങ്കിൽ അത് മണ്ണ് മൂടിയ നിലയിലാണോ, അല്ലെ എത്രത്തോളം ആഴത്തിലാണ് എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളല്ലേ ബൈജു? അശ്വതി, അതിലേക്ക് വരും മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പങ്കുവെക്കാനുണ്ട്. അതായത് NDRFന്റെ സംഘം എത്തിയിരിക്കുന്നു, NDRFന്റെ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് തിരച്ചിൽ പൂർണ്ണ തോതിൽ, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണ സജ്ജമായ ഒരു തിരച്ചിൽ എന്ന് വേണം കരുതാൻ. ഇപ്പോൾ NDRFന്റെ ഉദ്യോഗസ്ഥരാണ് പുഴയുടെ ആഴങ്ങളൊക്കെ പരിശോധിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. NDRF, പോലീസ്, SDRF, ഫയർഫോഴ്സ്, ഇതെല്ലാ സംവിധാനങ്ങളും ഇന്ന് ഗംഗാവലി പുഴയിൽ ഈ തെരച്ചിലിനായി ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ആ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അവർ പരിശോധന നടത്തുന്നത്. സംയുക്തമായ ഒരു പരിശോധന ഇന്ന് ഉണ്ടാകുമെന്ന സൂചനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും മൽപെ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനകം തെരച്ചിൽ ആരംഭിക്കും. NDRFന്റെ ഉദ്യോഗസ്ഥരും തെരച്ചിലിനായി എത്തിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചെളിയിൽ പൂണ്ട നിലയിലായിരുന്നു ഈ വാഹനം എന്ന ഒരു കണ്ടെത്തൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അതിന് സ്ഥിരീകരണമൊന്നും ഏതായാലും ഉണ്ടായിരുന്നില്ല. ഈ
വെള്ളത്തിന്റെ അത്രത്തോളം വലിയ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അതല്ല, വലിയ തോതിൽ വെള്ളം താഴ്ന്ന കിടക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം അടിയൊഴുക്ക് 2 നോട്ട്സ്, അതായത് 7 നോട്ട്സ് മനുഷ്യസാധ്യമല്ല തെരച്ചിൽ എന്ന് നേവി പറഞ്ഞ 7 നോട്ട്സിൽ നിന്നും 2 നോട്ട്സിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ലോറിയുടെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. മാത്രമല്ല, ലോറി ഇവിടെ ഇതിനടിയിൽ ഇപ്പോൾ കൃത്യമായ ഒരു സ്ഥലം, കാരണം ഈ ഡീസൽ അതൊരു സൂചനയാണ്, താഴെ നിന്നും ഡീസൽ മുകളിലേക്ക് ഉയർന്നു വരുന്ന ആ സ്ഥലമാണ് ഇപ്പോൾ NDRFന്റെ ഉദ്യോഗസ്ഥരെത്തി ആ വീഡിയോ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അവർ ആ സംഘം ഇപ്പോൾ തെരച്ചിലിനായി, അതായത് ഈശ്വർ മൽപയും സംഘത്തെയും സഹായിക്കാനായി NDRFന്റെ ആ സംഘം കൂടി എത്തിയിരിക്കുന്നു. ഒരു പൂർണ്ണതോതിലുള്ള തെരച്ചിൽ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളും പറയുന്നത്. അത്രത്തോളം സംവിധാനങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളിലൂടെയാണ് ഇപ്പോൾ ഗംഗാബലിപ്പുഴ കടന്നു പോകുന്നത്. അർജുനിലേക്ക് എത്രയും പെട്ടെന്ന് ആ ലോറി കണ്ടെത്തി ആ ക്യാബിൻ പരിശോധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തുന്നത്. ആ ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ രക്ഷാദൌത്യ സംഘമൊക്കെ പങ്കുവെക്കുന്നത്. ഈ ലോറിക്കകത്ത്, ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകും എന്ന വലിയ പ്രതീക്ഷ. എന്തായാലും ഇന്ന് നമുക്കിപ്പോൾ ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നു അത്രത്തോളം പൂർണ്ണമായ ഒരു സജ്ജീകരണങ്ങൾ, എല്ലാ സജ്ജീകരണങ്ങളും. നമ്മൾ തുടക്കത്തിൽ ഇവിടെ ആദ്യം റിപ്പോർട്ടിങ്ങിനെത്തിയപ്പോൾ എങ്ങനെയായിരുന്നോ ഇവിടുത്തെ അവസ്ഥ, ഏത് രീതിയിലായിരുന്നോ ഈ രക്ഷാദൌത്യം ഏർപ്പെട്ടിരുന്നത്, അതേ രീതിയിലുള്ള ഒരു തിരച്ചിൽ ഇന്ന് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. പോലീസിന്റെ വലിയ സന്നാഹം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ദേശീയപാത ഏതെങ്കിലും തരത്തിൽ ഗതാഗതം ഇതുവരെ നിരോധിച്ചിട്ടില്ല, നിയന്ത്രണമില്ല. ദേശീയപാതയുടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് നിലവിൽ വിലക്കില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഗംഗാവലി പുഴയിലുള്ളത്. ഏതായാലും ഈശ്വർ മൽപ്പയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവരുടെ സംഘം 6ഓളം വരുന്ന മുങ്ങലടങ്ങുന്ന തയ്യാറെടുക്കുകയാണ്. അവർ ഇപ്പോഴും ആ ഡീസൽ കണ്ടെത്തിയ ഭാഗം, അദ്ദേഹം ആ ഭാഗം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താനുള്ള തയ്യാറെടുപ്പാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ പ്രദേശത്ത് ഇറങ്ങി തിരച്ചിൽ നടത്താനാണ് അദ്ദേഹം ഒരുങ്ങുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി വളരെ പെട്ടെന്ന് തന്റെ വസ്ത്രങ്ങൾ, മുങ്ങൽ ഇതിനായി തെരച്ചിലിനായുള്ള വസ്ത്രങ്ങൾ അണിയുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹം വളരെ ശാന്തനായി ഇവിടെ എത്തിയപ്പോൾ പെട്ടെന്നാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതും സംശയം പങ്കുവച്ചതും. ഇത് ഇപ്പോൾ ആ എണ്ണയുടെ ഒഴുക്ക്, അത് ഒരു പക്ഷേ ഡീസലായിരിക്കാം, അല്ലെങ്കിൽ ഓയിലോ മറ്റൊന്നോ ആയിരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. വലിയ ഒരു സൂചനയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ. അവിടെ മാത്രമല്ല, കുമിളകൾ താഴെ നിന്നും വരുന്നു. വെള്ളം ഇന്നലത്തേതിനേക്കാളും വെള്ളം കുറഞ്ഞിരിക്കുന്നു ഗംഗാവലി പുഴയിൽ എന്ന് പറയേണ്ടി വരും. നമുക്ക് ഇവിടെ നിന്നും ആ കാഴ്ചയാണ്, അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ശിരൂർ 29 ദിവസത്തിന് ശേഷം കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും. ഒരു പക്ഷേ അർജുനിലേക്ക് എത്താൻ ഈ ലോറിയുടെ നമുക്ക് ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളിൽ നേരത്തെ ഈ ലോറി നിർമ്മിക്കുമ്പോൾ ഉണ്ടായ ഒരു ചിത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ചിത്രത്തിൽ കൃത്യമായി ഈ എവിടെയാണ് ആ ജാക്കി സൂക്ഷിച്ചിരിക്കുന്ന ആ ജാക്കി ബോക്സ്, അതിന്റെ ഫോട്ടോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ കാണുന്ന സ്ഥലത്ത് അവിടെയാണ് ഈ ജാക്കി സൂക്ഷിച്ചിരുന്നത്. അത് വളരെ പെട്ടെന്ന് തകരുന്ന സാധ്യതയുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇന്നലെ സംശയിച്ചിരുന്നത് ആ ജാക്കി ഇത്തരത്തിൽ തകർന്ന നിലയിലായിരിക്കുമോ ലോറി എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അതല്ല, ആ ഭാഗം അത് ബെൻസ് കമ്പനി നിർമ്മിച്ചതല്ല, അത് എക്സ്ട്രാ ഇവർ നിർമ്മിച്ചതാണെന്ന ഒരു സ്ഥിരീകരണത്തിലേക്കാണ് എത്തുന്നത്. അങ്ങനെയെങ്കിൽ അത് തരത്തിൽ തെറിച്ച് പെട്ടെന്ന് അപകടം ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് തെറിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോറി പൂർണ്ണമായും തകർന്നു എന്ന ഒരു വാദത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ് ഈശ്വർ മൽപ്പെ വ്യക്തമാക്കിയത്. അത് വലിയ പ്രതീക്ഷ പകരുന്ന ഒരു വാക്കു തന്നെയാണ്. ഏതായാലും ആ ഈശ്വർ മൽപ്പയുടെ സംഘം ഇപ്പോൾ ആ ഡീസൽ കണ്ടെത്തിയ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ നടന്നു പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്നും വെള്ളം തരത്തിൽ അവിടെ ഇറങ്ങി ഇപ്പോൾ ഡീസലിന്റെ അംശം കണ്ട ഭാഗം, ആ ഭാഗത്ത് ഇന്ന് പരിശോധന നടത്തും. അതായത് നേരത്തെ ലോറി ഉണ്ടെന്ന് സ്ഥിരീകരിച്ച അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇത് ഇപ്പോൾ ഈ ഡീസൽ ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥ. മൽപ്പെ രക്ഷാദൌത്യത്തിനായി, ആ തെരച്ചിലിനായി ഇറങ്ങുന്ന ഒരു കാഴ്ച കൂടി, ദൃശ്യം കൂടി നമുക്ക് കാണാം. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രം മാറ്റി ഈ ഡീസൽ അംശം ശ്രദ്ധയിൽപ്പെട്ടതോടെ അദ്ദേഹം തെരച്ചിലിൽ ഇറങ്ങുകയാണ്. ഏതെങ്കിലും തരത്തിൽ മറ്റ് സംഘാംഗങ്ങളെ NDRFനെയോ മറ്റോ ഒന്നും കാത്തു നിൽക്കാതെ അദ്ദേഹം ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒപ്പം 6ഓളം സംഘങ്ങളുണ്ട്. അദ്ദേഹം ഈ ഡീസൽ അംശം കണ്ടതോടുകൂടിയാണ് അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷ വന്നത്, ലോറി ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ. ഏതായാലും ഒരു പക്ഷേ
ഏതാനും മിനിറ്റുകൾക്കകം തന്നെ മൽപ്പെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ലോറി അവിടെ ഉണ്ടോ അത് ഏത് അവസ്ഥയിലാണ് എന്ന് കണ്ടെത്താൻ പറ്റും. ഏതായാലും ഇപ്പോൾ ഈ ഡീസൽ ഉയർന്നു വരുന്ന സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ ചെളിയോ മറ്റു വസ്തുക്കളൊന്നുമില്ല. വളരെ തെളിഞ്ഞ ഒരു വെള്ളം ഉള്ള ഒരു അവസ്ഥ തന്നെ. എന്തായാലും ജലനിരപ്പ് ഇന്നലത്തേതിനേക്കാളും കുറഞ്ഞ ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയുടെ ഓരോ മണിക്കൂറുകളാണ് ഇപ്പോൾ ഈ ഷിരൂരിൽ കടന്നുപോകുന്നത്. വളരെ നിർണായകമായ വിവരങ്ങൾ ഒരു പക്ഷേ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നൽകാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയുമുണ്ട്. അതാണ് ബൈജു, 30-ാം ദിവസത്തിലേക്ക് അർജുനെ കാണാതായി 30-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ ഇത് തന്നെയാണ്. ഇപ്പോൾ അവിടെ നിന്നും ഇന്ധനം ഒഴുകുന്നു പുഴയുടെ മേൽത്തട്ടിലേക്ക് എന്ന് പറയുമ്പോൾ അത് വലിയ പ്രതീക്ഷ നൽകുന്നു. അവിടെ തന്നെ അർജുന്റെ ട്രക്ക് ഉണ്ടാകാം, ലോറി ഉണ്ടാകാം എന്ന പ്രതീക്ഷയിൽ ഈശ്വർ മൽപ്പെ രക്ഷാദൌത്യത്തിനായി പുഴയിലേക്ക്, ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങുന്ന കാഴ്ച അത് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാഴ്ച തന്നെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ട്രക്കിനുള്ളിൽ, ആ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടാകും എന്ന് തന്നെയാണ്. അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഒരു മാസമായി നടക്കുമ്പോൾ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടത് ഒരു തുമ്പും ഇതുവരെ കിട്ടിയിരുന്നില്ല. ലോറി അവിടെ ഉണ്ടോ എന്നത് സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ലോഹത്തിന്റെ അംശം അവിടെ ഉണ്ട് എന്നതൊഴിച്ചാൽ മറ്റൊന്നും നമുക്ക് ലഭ്യമായിരുന്നില്ല. അതേസമയം ഇപ്പോൾ ലോറിയുടെ ജാക്കി കണ്ടെത്തിയിരിക്കുന്നു ഇന്നിപ്പോൾ അവിടെ നിന്നും ഇന്ധനത്തിന്റെ അംശം പുഴയുടെ മുകൾ തട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതും വലിയ പ്രതീക്ഷയാണ്. ഈ കാഴ്ചകൾ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. ഈശ്വർ മൽപ്പെ അടങ്ങുന്ന സംഘം പുഴയിലേക്ക്, ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങാൻ പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അർജുനായുള്ള തെരച്ചിൽ ഇന്ന് 30-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇത് വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. അർജുന്റെ കുടുംബാംഗങ്ങൾ അവിടെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒഴുക്ക് വലിയ തടസ്സമായി നിന്നിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ബൈജു അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ വളരെ ഒഴുക്ക് കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. അനുകൂലമായ സാഹചര്യമാണ്, എല്ലാം കൊണ്ടും അനുകൂലമായ സാഹചര്യമാണ്. നമ്മൾ നേരത്തെ NDRF സംഘം അങ്ങോട്ടേക്ക് എത്തുന്നത് കണ്ടു. മൽപ്പയുടെ സംഘം ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണ തോതിലുള്ള ഒരു തെരച്ചിൽ അർജുന്റെ ലോറിക്കായി നടക്കുന്നു ഷിരൂരിൽ എന്നുള്ള വളരെ പ്രതീക്ഷാവഹമായ കാഴ്ചയാണ് ഷിരൂരിൽ നിന്ന് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത് ഇപ്പോൾ ലോറിയുടെ പഴയ ദൃശ്യങ്ങളിൽ നിന്ന്, ലോറി നിർമ്മാണ സമയത്തുണ്ടായിരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഈ ഇന്നലെ കണ്ടെത്തിയ ജാക്കി ബോക്സ് അത് നമ്മൾ ന്യൂസ് 8-ന് ലഭിച്ചിട്ടുണ്ട്. ഈ ജാക്കി ബോക്സിൽ നിന്നുള്ള ജാക്കിയാണ് ഇന്നലെ ലഭിച്ചത് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷ നൽകുകയാണ്. KV ബൈജു അവിടെ നിന്നും തുടരുന്നുണ്ട്. ബൈജു, ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് ഈ മണിക്കൂറിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. ഈ വലിയ ഒഴുക്കിൽ ഈ ലോറി എങ്ങോട്ടെങ്കിലും ഒലിച്ചു പോയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിയിട്ടുണ്ട്. പല സമയത്തും അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള വലിയ ആശങ്ക നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇതുവരെ കണ്ടെത്താനായില്ലല്ലോ, ലോറിയെങ്കിലും കണ്ടെത്തണ്ടേ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ലോറിയുടേതായ ജാക്കി കണ്ടെത്തിയിരിക്കുന്നു ഇന്നിപ്പോൾ ഇന്ധനത്തിന്റെ അംശം പുഴയിൽ മൽപ്പെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ തന്നെ ഉണ്ട് എന്ന പ്രതീക്ഷ കൂടുതൽ ശക്തമാവുകയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഇതിൽ ഏറ്റവും വലിയ ഉയർന്ന ചോദ്യം അർജുൻ എവിടെ, അർജുന്റെ ലോറി എവിടെ എന്നായിരുന്നു. അതിനൊക്കെ ഒരു ഉത്തരം ഒരു പക്ഷേ ഈ മൽപ്പയുടെ ഇപ്പോഴത്തെ ഈ തെരച്ചിലിൽ കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. ലോറിയുടെ ഒരു 6ഓളം മരത്തടികൾ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത്. അതിൽ ഏറ്റവും നിർണായകമായത് ഇന്നലെ ലഭിച്ച ആ സൂചനകൾ തന്നെയാണ്. ജാക്കി, ഹൈഡ്രോളിക് ജാക്കിയും ഒപ്പം 2 ഭാഗങ്ങളും അത് അർജുന്റെ ലോറിയുടേതാണെന്ന് ഉടമ മനാഫ് തന്നെ ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അദ്ദേഹം ഇന്നും അത് ആവർത്തിച്ചു. അത് വലിയ പ്രതീക്ഷയുണ്ട് അത്തരത്തിൽ ഒരു വസ്തുക്കൾ കിട്ടിയതെന്ന്. ഏതായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മൽപ്പെ തെരച്ചിലിനായി ഇപ്പോൾ ഡീസലിന്റെ അംശം കണ്ടെത്തിയ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്താനായി ഒരുങ്ങുന്നതാണ്. മൽപ്പെ ആ ഭാഗം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തും. അദ്ദേഹം അതിനായി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. എന്തായാലും ഇപ്പോൾ മറ്റേ NDRFന്റെ ഒരു സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ MLA, കാർവാർ MLA അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിൽ മൽപ്പയുടെ ഒരു പ്രതികരണം നമുക്ക് തേടാം. ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രതികരണമാണ്. എന്താണ് ഒരു പ്രതീക്ഷ? ഇറങ്ങാൻ പോകും. ഇപ്പൊ DC ഒരു പറഞ്ഞുണ്ട്, ചിലപ്പോ ഇവിടെ തന്നെ ഉണ്ട്. അവർ കണ്ടിട്ട് ഇപ്പൊ കീഴിറങ്ങും. ഒരു 5 നിമിഷം നിക്കാൻ ചൊല്ലി. ഇപ്പൊ ഞാൻ അങ്കൊല്ല വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 5 നിമിഷം വന്നിട്ട് നീ കീഴിറങ്ങാൻ ചൊല്ലി. അവർ MLA DC ഒരു കളക്ടർ പറഞ്ഞുണ്ട്. ഇപ്പൊ ഇറങ്ങണം. അതെ, അവര് ഒരു ഫോൺ ആക്കി ഇപ്പൊ ഒരു 5 നിമിഷം അടുത്ത അങ്കൊല്ല ഉണ്ടെന്ന്
ചിലപ്പോ ഇപ്പൊ ഒരു വരവ് വന്നിട്ട് കീഴെ ഇറങ്ങുന്നു. ഇന്ന് രാവിലെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ ഉണ്ടായിരുന്നു, അത് മഴ പെയ്യാൻ അങ്ങനെ തന്നെ ഉണ്ട്. ചിലപ്പോ ഇപ്പൊ വെയിൽ വന്ന ഇപ്പൊ നല്ലതാവും, അതിനിപ്പോ വേഗം തുടങ്ങിയോ നല്ലത്. ആദ്യം ഞങ്ങളിപ്പോ വയലിന്റെ ബസ് കൊഞ്ചം കാണുന്നുണ്ട്, അവിടെ തന്നെ കീഴെ പോയിട്ട് നോക്കും ഒരു വണ്ടി. പിന്നെ ഈ സൈഡ് പിന്നെ നെക്സ്റ്റ് നോക്കും, അവിടെ വയലിന്റെ ബസ് എവിടെ കാണും അവിടെ തന്നെ കീഴെ പോയിട്ട് ആ സ്ഥലം നോക്കും. കൊഞ്ചമായിട്ട് കാണുന്നുണ്ട്. പോലീസ് എന്താ പറഞ്ഞത്? അവര് ചൊല്ലിട്ടുണ്ട്, നമ്മളിപ്പോ ആ ഒരു സമയം നിൽക്കാൻ ആവില്ല. എന്താ പറഞ്ഞ വെള്ളം കൂടിയിരിക്കും, പിന്നെ വെള്ളത്തിന്റെ വലി ഒരുപാടാവും. മഴ നൽകിയിട്ടില്ല പോലീസ് ഇപ്പോൾ. ഇപ്പൊ നിന്നലെ നമ്മള് MLA സാർ അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവർ DC ഇപ്പൊ ഫോണാക്കിയെന്ന് പോലീസുകാർക്ക് ഇപ്പൊ 5 നിമിഷം ഇത് വന്നിട്ട് പിന്നെ ഇറങ്ങാൻ. പോലീസ് ഒരു സമയം പറഞ്ഞല്ലോ 10 മണി. അവർ 10 മണി ചൊല്ലി. പക്ഷേ നേരത്തെ ഇറങ്ങേണ്ടതുണ്ടല്ലേ? കാലാവസ്ഥ മാറ്റം സാധ്യതയുണ്ട്. അതിന് ഞങ്ങൾ വിവേകം ചെയ്യുന്ന നല്ലത്. മറ്റ് സജ്ജീകരണങ്ങളെല്ലാം എല്ലാ ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയായോ? നമ്മൾ റെഡിയുണ്ട്. ഇപ്പൊ ഇന്ന് കൂടുതൽ മറ്റ് സംവിധാനങ്ങളുണ്ട്, ഇവിടുത്തെ ഒഫീഷ്യൽ സംവിധാനങ്ങൾ കൂടി ഉണ്ട്. NDRF, SDRF ഒക്കെ SDRF ഇവിടെ തന്നെ ഉണ്ട്. അവരുടെ ഇപ്പൊ ഞാൻ കേട്ട് അവരുടെ സ്കൂബ ഡൈവിംഗ് ഒന്നുമില്ല, മേലെ ഒരു തിരക്കുണ്ട്. സപ്പോർട്ട് മാത്രമേ ഉണ്ടാവും. അതിനിപ്പോ വരും. ഇപ്പൊ അവർ വന്നിട്ട് ഒരുമിച്ച് ചെയ്യാന്ന് ചൊല്ലി അവർ കളക്ടർ വന്ന ശേഷം ചെയ്യും. ഇപ്പൊ കളക്ടർ പറഞ്ഞു പോലെ ഇറങ്ങി. ഇപ്പൊ 5 നിമിഷത്തിൽ വരുമെന്ന് ചൊല്ലി അവർ. ശരി. പുഴയിലിറങ്ങുന്നതിന് മുമ്പ് ഈശ്വർ മൽപെ സംസാരിക്കുകയായിരുന്നു. ഇപ്പോഴും ബൈജു, നമുക്ക് അവിടെ നിന്ന് മനസ്സിലാകുന്ന കാര്യം, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് കാലാവസ്ഥ പ്രതികൂലമാകുന്നതിന് മുമ്പ് എത്രയും വേഗം പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തുക, അതിനുവേണ്ടി അദ്ദേഹം തയ്യാറാണ്, എല്ലാ വിധത്തിലും തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ ഇനി ഒരു അനുവാദം കൂടി വേണമെന്നാണോ? കളക്ടർ അവിടേക്ക് എത്തിയ ശേഷം ഇറങ്ങിയാൽ മതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? ഇനിയൊരു അനിശ്ചിതത്വം ഉണ്ടാകുമോ ഇതിൽ? അശ്വതി, നമ്മളത് എടുത്തു പറയേണ്ടതാണ്. ജില്ലാ ഭരണകൂടം വീണ്ടും തടസ്സവാദികളുമായി രംഗത്ത് വരുന്നു, മുന്നോട്ട് വരുന്നു എന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടായിട്ടും അത് തടയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മൽപെ നേരത്തെ എത്തി ഇവിടെ ഈ പുഴയിൽ തെരച്ചിൽ നടത്താൻ ഇറങ്ങുമ്പോൾ ഇപ്പോൾ പോലീസുകാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കളക്ടർ ഇവിടെ എത്തട്ടെ, എന്നിട്ട് താങ്കൾ തെരച്ചിൽ നടത്തിയാൽ മതി എന്നാണ്. ഈ ഡീസലിന്റെ അംശം കണ്ടെത്തിയ ഭാഗം അടിയന്തരമായി പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് മൽപെ പറഞ്ഞത്. അവിടെ നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥാ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ മനസ്സിലാവുമായിരിക്കും, മഴ മൂടിക്കെട്ടിയ അന്തരീക്ഷമുണ്ട്. അങ്ങനെ പ്രതികൂല കാലാവസ്ഥ വന്നാൽ ഈ തിരച്ചിൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് തിരച്ചിൽ നടത്തണമെന്ന് മാൽപെ പറയുന്നത്. മാൽപെക്ക് അനുമതി നിഷേധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം പറയാൻ. അദ്ദേഹം തയ്യാറായിരിക്കുന്നു, അദ്ദേഹത്തിന്റെ എല്ലാ ഉപകരണങ്ങളുമായി തെരച്ചിലിന് തയ്യാറായിരിക്കുമ്പോൾ ആ ദൃശ്യങ്ങളിൽ പോലീസിനെ നമുക്ക് കാണാം. ആ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് പറയുന്നത് കലക്ടർ ഉടനെ എത്തിയിട്ട് ഇറങ്ങിയാൽ മതി എന്നാണ്. എന്തായാലും നമുക്ക് മൽപെ ഏതായാലും അത് ആ വാക്ക് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് കാത്തിരിക്കാൻ സമയമില്ല, അർജുനെ കണ്ടെത്തേണ്ടതുണ്ട്, മറ്റ് 2 പേരെ കണ്ടെത്തേണ്ടതുണ്ട്. ആ വിലക്കെ മറികടന്ന് അദ്ദേഹം ഇറങ്ങും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഏതായാലും ജില്ലാ ഭരണകൂടം ഇന്നലെ നേവിയുടെ ഈ തിരച്ചിൽ തടസ്സപ്പെടുത്തിയിരുന്നു. ആ തരത്തിൽ അവർക്ക് അനുമതി നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും അനുമതി ഇല്ലാതിരുന്നിട്ടും മാൽപെ ഇന്നലെ തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നും രാവിലെ 8 മണിയോടുകൂടി തന്നെ മാൽപെ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിന് ഇവിടെ വന്നപ്പോഴാണ് കലക്ടർ എത്തട്ടെ എന്ന രീതിയിലുള്ള ഒരു അറിയിപ്പ് വന്നത്. എന്തായാലും ജില്ലാ കളക്ടർ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഇറങ്ങും. അതിന് കാത്തിരിക്കാൻ സമയമില്ല എന്നാണ് മാൽപെ പറയുന്നത്. കാരണം വലിയ തോതിലുള്ള സൂചനകൾ ലഭിച്ചിരിക്കുന്നു. അത് ഇനി ആ അവസരം കളയാൻ പറ്റില്ല. ലോറി കണ്ടെത്താനുള്ള സാധ്യതകളിലേക്ക് എത്തുമ്പോൾ എന്തിനാണ് തടസ്സവാദം ഉന്നയിക്കുന്നത് അറിയില്ല. ഇന്നലെയും അത് വ്യക്തമല്ല, ഇന്നും അത് വ്യക്തമല്ല. എന്തായാലും മാൽപെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ തിരച്ചിലായി ഇറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങൾ അത് കാണാം. അശ്വതി, മാൽപെ ഒരു അനുവാദത്തിന്റെ മാത്രം ദൂരമാണുള്ളത്. പക്ഷെ അത് കിട്ടുന്നില്ലല്ലോ എന്നുള്ളതാണ് ബൈജു പറഞ്ഞതുപോലെ. അത് എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തടസ്സവാദം എന്ന് നമുക്ക് ഈ സമയത്ത് പറയേണ്ടതില്ല. അവരുടെ കൂടി സഹകരണം നേരത്തെയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ഇത്തരത്തിൽ കണ്ടെത്താനുള്ള മുങ്ങൽ വിദഗ്ധനായ മാൽപെ അങ്ങോട്ടേക്ക് എത്തുകയും ഞാൻ ഇറങ്ങാമെന്ന് പറയുമ്പോൾ അതിനൊരു തടസ്സം നിൽക്കുന്നു. കളക്ടർ വന്ന ശേഷം ഇറങ്ങാമെന്ന് പറയുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ കാലാവസ്ഥ തന്നെയാണ്. മഴ വലിയ രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇന്നും തെരച്ചിൽ നടക്കില്ല. അതിനടുത്ത് വരെ എത്തിയിട്ട് ഇപ്പോഴും ഇറങ്ങാൻ പറ്റാതെ മൽപെ നിൽക്കുന്നു. പൂർണ്ണമായി തയ്യാറായി നിൽക്കുന്ന മൽപയെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങരുത് എന്നുള്ള ആ തടസ്സം അത് എന്തുകൊണ്ട് ഈ സമയത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ ഈ അങ്കോളയിലുണ്ട്
എന്നാണ് കളക്ടർ പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെ പങ്കുവയ്ക്കാനാകുന്നു? ഉടനെ എത്തുമോ കളക്ടർ അങ്ങോട്ടേക്ക്? അശ്വതി, നമുക്കിപ്പോ മനാഫ് ചേരുന്നു. മനാഫ്, ഇപ്പോൾ നമുക്ക് വലിയൊരു പ്രതീക്ഷ അവിടെ ഒരു ഡീസലിന്റെ അംശം കണ്ടെത്തിയെന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? കളക്ടർ പറയുന്നു ഇപ്പോൾ അനുവാദം ഇല്ല. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇവിടെ? കളക്ടർ ആശീർവാദം വാങ്ങിയിട്ട് ഇറങ്ങേണ്ടി വരും. അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ? ഇപ്പൊ ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിന്റെ ഈ കാര്യങ്ങൾ അറിയില്ല. വെള്ളം വേലി വെള്ളമിറക്കം എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം ഉണ്ട്. ഈ പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സമയത്തിന് നിൽക്കുന്ന സാധനമല്ല അത്. അതായത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് 8 മണിന്റെ മുന്നേ ഇറങ്ങേണ്ട കേസാണിത്. അതായത് നമുക്ക് എത്ര നേരം നമുക്ക് ആ വെള്ളമിറക്കം കിട്ടുന്ന അത്രയും ടൈം ഇവര് മനുഷ്യന്മാരാണ്. ഈ വെള്ളത്തിന്റെ അടിയിൽ അത്രയും എഫേർട്ട് കിട്ടണോ, അത് കുറയ്ക്കാൻ പറ്റും വെള്ളം കുറയുമ്പോൾ ഇവർക്ക്. ഈ വെള്ളം കുറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ ആ ഡീസലിന്റെ അംശം കാണുന്നത്. ഇനിയും കൂടുതൽ ഇഞ്ചിൻ വാഹനം, ഏത് വാഹനം ആയിക്കോട്ടെ, അതിപ്പോ സ്കൂട്ടർ ആയിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ഏത് വാഹനത്തിന്റെ ഉള്ളിൽ നിന്നും വാഹനം വെള്ളത്തിന്റെ അടിയിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓയിലിന്റെ അംശം വരും വെള്ളത്തിന്. അത് മുന്നേ ഇവര് പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ ഇപ്പോഴാണ് കണ്ടെത്താൻ സാധിച്ചല്ലേ? ഇപ്പൊ വെള്ളം കുറഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഇപ്പോഴാണ് ശ്രദ്ധിക്കാനും ആ വെള്ളത്തിന്റെ അടുത്തേക്ക് പോവാനും അനുമതി കിട്ടുന്നത് ഇപ്പോഴാണല്ലോ. അനുമതി കിട്ടില്ല. ഇപ്പം ഇവിടെ പോലീസ് ഈ സമയത്ത് ഇല്ല. ഇപ്പൊ ഇനി ഓഫീസേഴ്സിന്റെ ടൈമായി. നമ്മളിപ്പോ കളക്ടർ എത്തിയിട്ട് മാത്രമേ ഇറങ്ങാൻ പറ്റുന്നുള്ളൂ. ഇത് ഈ സ്റ്റാർട്ടിങ് മുതലേ ഉള്ളത് എന്താണ്, ഒരു ദുരന്തം നടന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഈ ദുരന്തം നടന്ന സ്ഥലത്ത് എപ്പോഴും ഞാൻ സ്റ്റാർട്ടിങ് മുതലേ കാണുന്ന ഒരു കാര്യമാണ്, ഇവരെ ഡ്യൂട്ടി ടൈമിന് ഇവർ വരും. അത് ഗവൺമെന്റ് ഡ്യൂട്ടി ടൈം, ആ ടൈമിന് വരും. ആ ടൈം വന്ന് ഇവർക്ക് ഡ്യൂട്ടി 5 മണി 6 മണിന്റെ ഉള്ളിൽ ഓരോ ഡ്യൂട്ടി കഴിയും, ഓര് പോകും. ഇത്ര ലാഘവമാണ് ശരിക്കും ഉള്ളത്. പക്ഷെ ഇത് പാടില്ല. എന്താ പറഞ്ഞാൽ ഇപ്പൊ ഏതായാലും സീരിയസ് ആയിട്ട് നോക്കാൻ ഉദ്ദേശിക്കുന്നു. കളക്ടർ കാത്തിരിക്കുകയാണോ? മലപ്പുറം ഇറങ്ങാതെ കളക്ടർ കാത്തിരിക്കുകയാണോ? അയാൾ ആ കല്ലുമല ഇരിക്കുന്നത് എത്ര വലിയ ദയനീയ അവസ്ഥയാണ് ശരിക്കും ആലോചിക്ക്. കന്നഡികരായ 2 പേർ ഉൾപ്പെടെ 3 പേർ ഈ പുഴയിൽ നമ്മൾ അരികിലേക്ക് എത്തുമ്പോഴാണ് ഇത് സാഹചര്യം ഉണ്ടാവുന്നത്. ഇത് നിരന്തരമായിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞു എനിക്ക് തന്നെ ചടപ്പ് വന്നു വയ്ക്കുന്നു. അതായത് ഓരോ ഇവരെ എന്താ പറയാ, ഞമ്മളെ നാട്ടിൽ നടക്കുവോ? ഒന്ന് വേറെന്താ പണിക്ക് പോകുമെന്ന് പറയില്ലേ ഒരു ഉദ്യോഗസ്ഥന്മാരോട് നമ്മളെ നാട്ടുകാർ. ഇത് ഇനി ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ആ മേഡം വരണോ. ആ മേഡം ഇനിയും ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്താണുള്ളത്. മേഡം വന്നതിന് ശേഷം ഇനി എന്താന്നുള്ളത്. കാലാവസ്ഥ മോശമായി വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന കാര്യമാണ്. ഇവിടെ കാലാവസ്ഥ ഈ ഭാഗത്ത് മോശം വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടി പേടിക്കേണ്ടത് കുറച്ച് അപ്പുറത്ത് എവിടെങ്കിലും വന്നാൽ പോലും നമുക്ക് ഇത് എഫക്ട് ചെയ്യും. എന്താ, വിസിബിലിറ്റി കുറയും. ഇതിന്റെ വെള്ളത്തിന്റെ കളർ ഇപ്പം വെള്ളം എടുത്ത് കുടിക്കാൻ വരെ പാകത്തുള്ള വെള്ളമാണ്. അത്ര ക്ലിയർ ആണ് വെള്ളം. അത് ഏത് സമയത്ത് മാറാം. അത് ആ മലന്റെ ഭാഗത്തുനിന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഏരിയയിലൂടെ മഴ പെയ്യാത്തതിനോണ്ടാണ് ഈ പുഴ എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ളത്. നിർണായകമായ ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ടൈമുകളാണ് പോകുന്നത്. ഇത് എപ്പോഴും നമ്മള് പറയുമ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ധൃതി കൂട്ടുന്നത് ഏകോപനമില്ല. ഉറപ്പല്ലേ? എന്തായാലും ഇങ്ങനെ നിൽക്കാനേ കഴിയുള്ളൂ. ഇപ്പോ ഞങ്ങൾക്ക് ജീവനോട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനോണ്ടാണ് ഓവറായിട്ട് ഒന്നും പ്രതികരിക്കാത്തത്. ഇനി എന്താ വൈകാരികത അന്നുണ്ടായതിന്റെ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആള് ജീവനോടുണ്ട് എന്നുള്ള ഒരു വിശ്വാസം കാരണമാണ് അങ്ങനെയൊക്കെ പെരുമാറിയത്. ഇപ്പം ആളുള്ളതിന്റെ പ്രതീക്ഷ എന്തായാലും പോയി. അതൊക്കെ ഈ ഇവരെ അവസാനമായി അർജുൻ എന്ത് സംഭവിച്ചു? ഈ ലോറി എവിടെയാണ്? അതെ ഇതിനെന്തായാലും ഉത്തരം കിട്ടിയിട്ട് നമ്മളെന്താവും, നമ്മൾ അതിന്റെ അടുത്തേക്ക് അടുക്കും തോറും ആരൊക്കെ സാങ്കേതികമാണെന്ന് അറിയില്ല, ആരൊക്കെ കരുതി കൂട്ടിയിട്ട് തടയുന്നുണ്ട്. ഇത് മുഴുവൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പിൻവലിപ്പിക്കുകയാണ് ഈ കാര്യങ്ങൾ. ഓക്കെ, അശ്വതി, വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മനാഫ് വ്യക്തമാക്കിയത്. അദ്ദേഹം പറയുന്നത് മനാഫ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. ആ മൽപ്പെ അങ്ങോട്ടേക്ക് ഇറങ്ങാനായി പൂർണ്ണ സജ്ജനായി തയ്യാറായിരിക്കുന്നു. പക്ഷെ കളക്ടർ വന്നാലേ ഇറങ്ങാൻ പാടുള്ളൂ എന്ന് ഏറ്റവും ഇപ്പൊ ഈ അവസാന നിമിഷം അത്തരത്തിലൊരു തീരുമാനം വരുന്നു. എപ്പോഴും മനാഫ് നമ്മളോട് സംസാരിക്കുമ്പോഴും പറയുന്നത് തന്നെയാണ്, ഈ ഒരു അവരുടെ നിരുത്തരവാദപരമായിട്ടുള്ള കാര്യങ്ങൾ അത് സമയത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ആ മൽപ്പെ അവിടെ ഇരിക്കുന്ന കാഴ്ച വളരെ ദയനീയമല്ല
കൃത്യമല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അത് കൃത്യമാണ്. അത് ആ കാഴ്ച നമുക്ക് പ്രേക്ഷകരെ കാണിക്കണം. അദ്ദേഹം സിലിണ്ടർ അടക്കം തൂക്കി മുഴുവനായും എല്ലാ പൂർണ്ണ സജ്ജനായി എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം, ഞാൻ ദാ ഇറങ്ങാൻ പോവുകയാണെന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു കോൾ വരുന്നു, കളക്ടറെ കണ്ടതിന് ശേഷം ഇനി ഇറങ്ങിയാൽ മതി, കളക്ടർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തമാശ രീതിയിലാണെങ്കിലും എത്രത്തോളം വേദനയിലായിരിക്കും അവരുടെ ബന്ധുക്കൾ, അർജുന്റെ ബന്ധുക്കൾ. എല്ലാവരും പ്രാർത്ഥനയിലെ നല്ല ഇത് സമയമുണ്ട്. ഇപ്പൊ ഒരു 10 മിനിറ്റിലെ ഒരു 5-10 മിനിറ്റിലെ വരുമെന്ന് ചൊല്ലി അവർ വന്ന സ്ഥലത്ത് നമുക്ക് ഇറങ്ങും. ഇന്നലെ 8:30 കൂടി തന്നെ തെരച്ചിൽ നടത്താനുള്ള ശ്രമം നടത്തുമെന്ന് അറിയിച്ചിരുന്നല്ലേ? പിന്നെ 8:30 മണിക്ക് ഞങ്ങൾ റെഡിയുണ്ട്. അവർ പറഞ്ഞല്ലേ, അവർ പറഞ്ഞ പിന്നെ ഒന്നും ചെയ്യാനാവില്ല. മേലെ ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവർ ഒരു ഫോൺ ആക്കി ഇപ്പൊ വരുമെന്ന് പിന്നെ എടുത്തിട്ടുണ്ട്. പെർമിഷൻ തന്നിട്ടുണ്ട്. കളക്ടറെ നേരിട്ട് സംസാരിച്ചോ? സംസാരിച്ച് വരുമെന്ന് ചൊല്ലി അവർ. ഇത് ഇപ്പോൾ നമുക്ക് അടിയൊഴു കുറവാണ്. നേരത്തെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു. മഴ പെയ്യുന്നതിന് മുമ്പ് തെരച്ചിൽ തുടങ്ങേണ്ടതില്ലേ? കണ്ടിപ്പാ അത് നല്ലത്. ഇപ്പൊ വരണുണ്ടെന്ന് 5 മിനിറ്റിൽ അത് വന്നില്ലെങ്കിൽ ഞങ്ങള് വെള്ളത്തിൽ ഇറങ്ങും. പിന്നെ അതായത് 5 മിനിറ്റിലകം വന്നിട്ടില്ല. 5-10 മിനിറ്റ് അവർ വെയിറ്റ് பண்ணல. പിന്നെ അവർ ഒരു കളക്ടർ சொல்லிട്ടുണ്ട്, SP സാർ പറയണം, അവരിനെ വെയിറ്റ് பண்ணணும். കൂടുതൽ സമയം കാത്തിരിക്കില്ല. ഇല്ല എന്നാലും കീഴെ ഒരു 3 ആളുണ്ട്. അവരൊരു എന്തെങ്കിലും എടുക്കണമെന്ന് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു എത്ര ലക്ഷം ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടിപ്പോ ഞങ്ങൾ അവർ വരട്ട് വരില്ല, ഒരു അരമണി. പോലീസ് എന്തെങ്കിലും പറയുന്നുണ്ട് ഇതില് ഔദ്യോഗികമായി? അവരെന്താണ് പറയുന്നത് പോലീസ്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അവർ ചൊല്ലിയത് അവർ 10 മിനിറ്റ് വെയിറ്റ് பண்ணி ഞങ്ങൾ വരുവാണ്. ഇത് NDRFനും അതോടൊപ്പം തന്നെ ഈ നാവികസേനയ്ക്ക് വേണ്ടി കാത്തിരിപ്പാണ് നടത്തുന്നത്. NDRF അവരുടെ ഒരു സ്കൂബ ഡൈവിംഗ് എല്ലാം ഇല്ലേ, അവർ മേലോട്ട് മാത്രത്തിരിക്കും. കീഴിൽ ഞങ്ങൾ 2-3 പേര് ഡൈവ് ആണ്. ഈ മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങൾ NDRF SDRF ആരെങ്കിലും ഡൈവ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇല്ല അതിപ്പോ ഇല്ല. കളക്ടർ മാഡം വന്നിട്ട് പിന്നെ കേൾക്കുന്നു അവർ ആരെല്ലാം കില പോകുന്നു. ഒന്നും നമുക്ക് ചെയ്യാനാവില്ല. നമ്മളിപ്പോ ഒറ്റയ്ക്ക് ഇറങ്ങും, പിന്നെ നമ്മൾ 2 പേർ പിന്നെ ഇറങ്ങും. ടീം ടോട്ടൽ 3 പേർ. അതായത് 3 പേരും ഒരേ സ്പോട്ടിലാണ്? ഒരേ സ്പോട്ടിൽ നോക്കിക്കൊണ്ട് പോകും. ആദ്യമേ ജാക്കി ഇട്ട് പിന്നെ കീഴെ ഈ സൈഡ് ഫോളെ സൈഡിൽ ഒരു കൊഞ്ചം നമുക്ക് സംശയമുണ്ട്. ആ സൈഡിൽ നോക്കും. 4 സ്പോട്ട്. ഈശ്വർ മൽപെ തയ്യാറായി നിൽക്കുകയാണ്. അതേസമയം കളക്ടർ വന്ന ശേഷമേ ഇറങ്ങാൻ പാടുള്ളൂ എന്ന ഒരു ഫോൺ കോൾ അല്പസമയം മുമ്പ് വന്നു. ഇപ്പോൾ ഒരു അനിശ്ചിതാവസ്ഥ നിൽക്കുന്നത് ഇനി കളക്ടർ അവിടേക്ക് എത്തണമെന്നുള്ളതാണ്. അത് വലിയ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. കളക്ടറുടെ അനുമതി കാത്തിരിക്കുകയാണ് ഈശ്വർ മൽപെ. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനിയും പ്രതികൂലമായ കാലാവസ്ഥയിലേക്കൊക്കെ പോയാൽ ബുദ്ധിമുട്ടായിരിക്കും. ഈ വേലിയേറ്റവും വേലിയിറക്കവും അവിടെ ഗംഗാവലിപ്പുഴയെ സംബന്ധിച്ച് എപ്പോഴും അടിയൊഴുക്ക് ഒരുപോലെ ഇരിക്കില്ല. ഇപ്പോൾ നേരത്തെ മനാഫ് പറഞ്ഞ പോലെ വളരെ തെളിഞ്ഞ വെള്ളമാണ്, വിസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറങ്ങിയാൽ അത്രത്തോളം അനുകൂലമായ സാഹചര്യമാണുള്ളത്. പക്ഷേ ഇറങ്ങണമെങ്കിൽ കളക്ടർ വരണം. നേരത്തെ മനാഫ് പറഞ്ഞതുപോലെ എന്തിനാണ് ഇനി കളക്ടർ വന്ന് കണ്ടിറങ്ങുന്നത് എന്നുള്ളത് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അനുമതി ഉണ്ട് ഇറങ്ങാൻ. 8:30 ഇറങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. കൃത്യം 8 മണിക്ക് തന്നെ മൽപ്പെ എത്തി. മൽപ്പയ്ക്കൊപ്പമുള്ള 2 പേർ അവർ കൂടി തയ്യാറായി ഇറങ്ങുമെന്നാണ് നേരത്തെ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ 4 സ്ഥലങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ള സംശയം എന്ന് തോന്നുന്ന 4 സ്ഥലങ്ങൾ. ആ 4ഇടത്തും ഇന്ന് തെരച്ചിൽ നടത്തും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ധനത്തിന്റെ അംശം ഇന്ന് ഗംഗാവലി പുഴയിൽ ഉണ്ട് എന്നുള്ളതാണ്. വളരെ വേഗം മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഹർജി തള്ളിയിരിക്കുകയാണ്. റിപ്പോർട്ട് പുറത്തുവിടാം എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുകയാണ്. തീർച്ചയായും അത്തരം ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അങ്ങനെയെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് പുറത്തു വരുമായിരിക്കും? കാരണം പുറത്തു വന്നാൽ പല സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങൾ, സ്ത്രീവിരുദ്ധമായിട്ടുള്ള പല നടപടികളും ഇതൊക്കെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിക്കാം ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ. ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി ചേരുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ മികച്ചത്, ഏറ്റവും ഉറപ്പുള്ളത്. ഷിരൂരിൽ ഗംഗാവലിപ്പുഴയിൽ അർജുനായുള്ള തെരച്ചിൽ ആരംഭിക്കാനിരിക്കെ കളക്ടറുടെ അനുമതി കാത്തിരിക്കുകയാണ്. എല്ലാ തയ്യാറെടുപ്പുകളും കൂടി പുഴയിലേക്ക് ഇറങ്ങാനിരുന്ന ഈശ്വർ മൽപെ ഇപ്പോൾ ആ
അനുമതി അല്ലെങ്കിൽ കളക്ടർ വന്ന ശേഷം ഇറങ്ങാമെന്ന ഒറ്റ ഫോൺ കോളിൽ അത് അനിശ്ചിതത്വത്തിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എല്ലാ രീതിയിലും പൂർണ്ണസജ്ജനായി പുഴയിലേക്ക് ഇറങ്ങാനിരുന്നപ്പോഴാണ് അത്തരത്തിലൊരു തീരുമാനം ഈശ്വർ മൽപ്പയെ അറിയിച്ചത്. കളക്ടർ 5 മിനിറ്റിനകം വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 5 മിനിറ്റും കഴിഞ്ഞു, 10 മിനിറ്റും കഴിഞ്ഞു, ഇതുവരെയും കളക്ടർ എത്തിയിട്ടില്ല. കുറച്ച് സമയം കൂടി നോക്കിയ ശേഷം അവർ എത്തിയില്ലെങ്കിലും അങ്ങോട്ടേക്ക് ഇറങ്ങുമെന്നാണ് ഈശ്വർ മൽപ്പ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. കെ വി ബൈജു അവിടെ നിന്നും തുടരുന്നുണ്ട്. ബൈജു, അനിശ്ചിതത്വം എന്ന വാക്ക് ഷിരൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറേ കാലങ്ങളായി ഉപയോഗിക്കുന്നതാണ്. പല രീതിയിലാണ് ഇത്തരത്തിൽ ഇടങ്കോലിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈശ്വർ മൽപ്പ ഇറങ്ങാനിരിക്കുന്നു, പക്ഷെ കളക്ടർ വന്ന് കണ്ട ശേഷം ഇറങ്ങിയാൽ മതി എന്ന് പറയുന്നു. എന്താണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും അശ്വതി, പക്ഷേ ഇപ്പോൾ ഒരു അനിശ്ചിതത്വം നമ്മൾ പറയുന്നില്ല. കാരണം മൽപ്പ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അരമണിക്കൂർ കലക്ടറെ കാത്തിരിക്കും, അതല്ലെങ്കിൽ അദ്ദേഹം തെരച്ചിലുമായി മുന്നോട്ട് പോകും. അതിലിനി എന്ത് നടപടി വന്നാലും അദ്ദേഹത്തിന് പ്രശ്നമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതുകൊണ്ട് അദ്ദേഹം ആ മാന്യത കൊണ്ട് കലക്ടർ ഇത്തരത്തിൽ നിർദ്ദേശിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹം കാത്തിരിക്കുന്നു മാത്രം. നമുക്ക് ദൃശ്യങ്ങളിൽ ഒന്നുകൂടി ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ആ മൽപ്പ ഇപ്പോൾ അവിടെ കാത്തിരിക്കുന്ന ആ ദൃശ്യം വളരെ ദയനീയമായ ഒരു കല്ലിൽ ഇത്തരത്തിൽ എല്ലാ ഉപകരണങ്ങളുമായി അദ്ദേഹം അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോൾ കാണാം അദ്ദേഹം ആ വാഹനത്തിന്റെ അകത്തേക്ക് കയറിയിരിക്കുന്നു. അരമണിക്കൂർ മാത്രം കാത്തിരിക്കും. അത് ശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാം. എന്തിനാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ മാധ്യമങ്ങളെ ഭയക്കുന്നത് എന്ന് അവർ നമ്മളോട് ക്യാമറ ഇവിടുന്ന് മാറ്റാൻ പറയുന്നു. എന്തിനാണ് പോലീസ് കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരെ ഭയക്കുന്നത് എന്നറിയില്ല. അവർ നമ്മുടെ അരികിലേക്ക് വരുന്നു, നമ്മളിവിടെ നിന്നും ക്യാമറ മാറാൻ പറയുന്നു. എന്തിനാണ് DSP അദ്ദേഹത്തോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ നോട്ട് അലൗഡ്, പെർമിഷൻ ഇല്ല, മാധ്യമങ്ങളെ മാറ്റുന്നു. നമ്മൾ നേരത്തെ കണ്ട അതേ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. മാധ്യമങ്ങളെ എന്തിനെ മാറ്റുന്നു എന്ന് നമുക്ക് ഷിരൂരിൽ അനിശ്ചിതത്വം എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ നിന്ന് ഇപ്പോൾ മാധ്യമങ്ങളെ മാറ്റുകയാണ്. കളക്ടർ അങ്ങോട്ടേക്ക് എത്തിയതിനു ശേഷം മാത്രം പുഴയിലേക്ക് ഇറങ്ങിയാൽ മതിയെന്ന് ഈശ്വർ മൽപ്പയോട് പറയുന്നു. ഈശ്വർ മൽപ്പ ഇപ്പോൾ വാഹനത്തിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. മുങ്ങലിനായുള്ള പൂർണ്ണ സജ്ജനായിരിക്കുന്ന ഈശ്വർ മൽപ്പയെ നമ്മൾ കണ്ടു. ഇപ്പോൾ അവിടെ ഏത് സമയത്ത് വേണമെങ്കിലും ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹം ഇപ്പോൾ തിരിച്ച് വാഹനത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് മാധ്യമങ്ങളോടും മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്ന കാഴ്ച പോലീസുകാരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള കാഴ്ചയാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കെ വി ബൈജു തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ബൈജു, എന്താ സംഭവിക്കുന്നത്? എന്താണ് അവർ പറയുന്നത്? ഇവിടെ നിന്നും മാറണമെന്ന് അദ്ദേഹം പറയുന്നു. ഇതൊരു പക്ഷേ എന്താണ് ഇവിടെ ഈ ജില്ലാ ഭരണകൂടം ഈ രീതിയിൽ പെരുമാറുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ രക്ഷാപ്രവർത്തനം തടയുന്ന രീതിയിലേക്കാണോ ഈ ജില്ലാ ഭരണകൂടം ഇടപെടുന്നത് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മാൽപ്പെ വളരെ നിസ്സഹായ അവസ്ഥയിൽ ഇവിടെ ഇരിക്കുന്ന ഒരു സാഹചര്യം, ബന്ധുക്കൾ ഉൾപ്പെടെ വളരെ അത്തരത്തിൽ ഇവിടെ ഇത്തരത്തിൽ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും നമ്മളിപ്പോൾ ഇവിടുന്ന് നീങ്ങുകയാണ്. പോലീസിന്റെ നിർദ്ദേശം നമ്മൾ മാനിക്കുന്നു. ഒരു പക്ഷേ രക്ഷാ ദൗത്യമാണ് നമുക്ക് വലുത്. അതിന്റെ വിവരങ്ങൾ കൃത്യമായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എന്തിനാണ് ഇത്തരത്തിൽ ഈ ജില്ലാ ഭരണകൂടം ഇടപെടുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇവർ ആരെയാണ് ഭയക്കുന്നതെന്ന് കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും നമ്മൾ ഇവിടെ നിന്നും അല്പം മാറി നിൽക്കുന്നു. കലക്ടർ ഇതുവരെ എത്തിയിട്ടില്ല. മാൽപ്പ ഇപ്പോഴും കാത്തിരിക്കുന്ന ഒരു സാഹചര്യം. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അവർ തെരച്ചിലുമായി മുന്നോട്ട് പോകുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അശ്വതി, അതാണ് ഗംഗാവലിപ്പുഴയിൽ നല്ല കാലാവസ്ഥ, അടിയൊഴുക്ക് വളരെ കുറവാണ്, ഒഴുക്ക് തീരെയില്ല, തെളിഞ്ഞ അന്തരീക്ഷമുണ്ട്. അതേസമയം രാവിലെയൊക്കെ ഒരു മൂടിക്കെട്ടിയ അവസ്ഥയുണ്ടായിരുന്നു. സമയം വളരെ പ്രധാനമായ സമയത്തിന് ഏറെ നിർണായകമായ സമയത്ത് ഇപ്പോൾ കർണാടക ആ പ്രദേശത്ത് ജില്ലാ കളക്ടർ അവിടേക്ക് എത്തിയ ശേഷം മാത്രം മൽപ്പയോട് പുഴയിലേക്ക് ഇറങ്ങിയാൽ മതിയെന്ന നിർദ്ദേശം വരികയാണ്. എപ്പോഴും ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാന സമയത്ത് ഇത്തരത്തിലൊരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമ്മൾ പലപ്പോഴായി ഷിരൂരിലെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ കണ്ടതാണ്. ഇപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ 30 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അർജുനെ കാണാതായി. അർജുന്റെ ബന്ധുക്കൾ അവിടെയുണ്ട്. ഇപ്പോൾ പ്രതീക്ഷ നൽകിയിരിക്കുന്ന ഒരു കാര്യം, ലോറി അവിടെ തന്നെ ഉണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതനുസരിച്ച് ഇന്നലെ അവിടെ നിന്നും ലോറിയുടേതെന്ന് കരുതുന്ന ജാക്കി കണ്ടെത്തിയിരുന്നു. ആ ജാക്കി മനാഫിന്റെ ലോറിയുടെ തന്നെയെന്ന് മനാഫും തിരിച്ചറിഞ്ഞു. ഇന്നിപ്പോൾ
മൽപ്പെ അവിടേക്ക് എത്തുകയും അവിടെ പുഴയിൽ ഒരു നിരീക്ഷണം നടത്തുകയും ചെയ്തപ്പോൾ അവിടെ ഓയിലിന്റെ അംശമുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതും ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. അവിടെ തന്നെ വാഹനമുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പുഴയിലേക്ക് ഇറങ്ങാനിരിക്കുമ്പോഴാണ് കളക്ടർ വന്ന ശേഷം പുഴയിലേക്ക് ഇറങ്ങിയാൽ മതി എന്ന തീരുമാനം ഫോൺ വഴി മൽപ്പയ്ക്ക് ലഭിക്കുന്നത്. അത് മാനിച്ചുകൊണ്ട് മൽപ്പെ അവിടെ തയ്യാറായിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ അദ്ദേഹം പുഴയ്ക്കരികിൽ നിന്നും മടങ്ങി അവിടെ അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്ക് കയറി എന്നാണ് പറയുന്നത്. ഇനി അനുമതി നിഷേധിക്കുമോ അല്ലെങ്കിൽ എന്ത് കാര്യം പറഞ്ഞാണ് ഇത്തരത്തിൽ നീട്ടിവെക്കുന്നത് വീണ്ടും ഈ രക്ഷാദൌത്യം എന്നുള്ളത് വ്യക്തമാകുന്നില്ല. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളെ അവിടെ നിന്ന് മുഴുവനായും മാറ്റുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങൾ അവിടെ അലൗഡ് അല്ല എന്ന് പോലീസ് അവിടെ എത്തുകയും മാധ്യമങ്ങളെ പൂർണ്ണമായി അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. വൈജു, ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തിനാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ ഇവിടെ നിന്ന് മാറ്റുന്നത്? എന്താണ് അവിടെ ഒളിക്കാനുള്ളത്? സുതാര്യമല്ലാതെ എന്താണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയണം. ഈ നിമിഷം നമുക്ക് അറിയാനാകുന്ന ഇതുവരെയും കളക്ടർ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. 5 നിമിഷം എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 15-20 മിനിറ്റോടടുക്കുന്നു കളക്ടർ എത്തുമെന്ന് പറഞ്ഞിട്ട്. 8:30 മൽപ്പെ അവിടെ എത്തിയതാണ്. തീർച്ചയായും അശ്വതി, നമ്മൾ തുടക്കം മുതലേ ഇവിടെ ഉള്ള ഒരാളെന്ന നിലയ്ക്ക് പറയട്ടെ, ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് പല സമയങ്ങളിലും ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അത് ഈ തെരച്ചിലിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇപ്പോൾ ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, മാൽപ്പെ ഇപ്പോൾ പുഴയുടെ ആ തെരച്ചിൽ നടത്തേണ്ട ഭാഗം, അതായത് ഡീസൽ കണ്ടെത്തിയ ഭാഗം, അവിടെ വളരെ പെട്ടെന്ന് തന്നെ ഒരു തെരച്ചിൽ നടത്തേണ്ടതുണ്ട് എന്നാണ് മാൽപ്പെ വ്യക്തമാക്കിയത്. കാരണം ഇപ്പോൾ ഇവിടെ ഒഴുക്ക് വളരെ കുറവാണ്. അത് ഏത് സമയത്തും മാറാം. അതുകൊണ്ട് ഇനി സമയം കളയാനില്ല. അർജുന്റെ അരികിലേക്ക് ഒപ്പം കന്നഡികരായ 2 പേരെ കണ്ടെത്തേണ്ട ആ ദൌത്യം ഒരുപക്ഷെ ഈ 3 ആളുകളുടെയും ചിലപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയേക്കാം. ഏതെങ്കിലും തരത്തിൽ അത്ര സൂചന ലഭിക്കുമ്പോൾ അവിടെ വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കേണ്ട സംവിധാനം. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ജില്ലാ കളക്ടർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. 8:30 തെരച്ചിൽ തുടരുമെന്ന് കാർവാർ MLA വ്യക്തമാക്കിയതാണ്. ആ MLAയുടെ വാക്കുകൾക്ക് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ജില്ലാ കളക്ടർ ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. കാരണം ഇന്നലെ അത് നമ്മൾ നേരിൽ കണ്ടതാണ്. 9 മണിക്കുള്ള നേവിയുടെ ആ രക്ഷാപ്രവർത്തനം തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ച ഇന്നലെ വൈകിട്ട് ഏറ്റവും ഒടുവിൽ 4 മണിയോടുകൂടിയാണ് മൽപ്പയ്ക്ക് ഇത്തരത്തിൽ അനുമതി ഇല്ലാതെ തന്നെ തെരച്ചിൽ നടത്തേണ്ട ഒരു അവസ്ഥ വന്നത്. എന്തായാലും കാർവാർ MLA അദ്ദേഹം ഇവിടെ ഒരുപക്ഷെ അല്പസമയത്തിനകം എത്തിയേക്കാം. അദ്ദേഹമാണ് ഈ കാര്യത്തിൽ വലിയ താല്പര്യമെടുത്ത് അനുകൂല നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത്. കലക്ടറുടെ അനുമതി ഇല്ലാതെ തന്നെ തെരച്ചിൽ നടത്തും, കലക്ടറുടെ അനുമതി നമുക്ക് വേണ്ട എന്ന് പോലും അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ടായി. ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പോലും ആ MLA, ഭരണകക്ഷിയുടെ MLA പറയുന്ന ഒരു സാഹചര്യം. അതാണ് ഈ നമ്മൾ ഷിരൂരിൽ കാണുന്നത്. അത്രത്തോളം വലിയ ഒരു അവസ്ഥ. ഈ കുടുംബങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ജഗന്നാഥിന്റെയും ലോകേഷിന്റെയും കുടുംബങ്ങളൊക്കെ ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നു. അവർ അവസാനമായി ഇന്നലെ നമ്മളോട് സംസാരിച്ചത് വളരെ സങ്കടകരമായാണ് സംസാരിച്ചത്. അന്ത്യകർമ്മങ്ങൾ നടത്താൻ അദ്ദേഹത്തിന്റെ അവസാനമായ മൃതദേഹം പോലും ലഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് അവർ വളരെ വിനീതമായി ഈ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്ന ഒരു കാഴ്ച, നിസ്സഹായ അവസ്ഥ, അവരുടെ കണ്ണുകളിലെ ആ ഒരു സങ്കട അവസ്ഥ, അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ ഒരു കലക്ടർക്ക് ഇതിൽ എങ്ങനെ ഇത്രത്തോളം തടസ്സം നിൽക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. കലക്ടർ ഇതുവരെ എത്തിയിട്ടില്ല. മൽപ്പെ പുഴയുടെ സമീപത്തായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മൽപ്പെ വീണ്ടും ആ ഡീസൽ കണ്ടെത്തിയ ഭാഗം വലിയ പ്രതീക്ഷയാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ലോറി ഉണ്ടായേക്കാം, അതായത് അർജുനി തൊട്ടരികിൽ എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് അദ്ദേഹം മൽപ്പെ വ്യക്തമാക്കിയത്. അപ്പോഴാണ് ഈ ഒരു തടസ്സം. എന്തായാലും ഇനിയിപ്പോൾ ഇതിൽ അനിശ്ചിതത്വമെന്ന് മാർക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഈ അനുമതിയൊന്നും കാത്തു നിൽക്കാതെ താൻ ഇതിൽ ഇറങ്ങും, താൻ അതിൽ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചോട്ടെ എന്നാണ് മാൽപ്പെ പറഞ്ഞത്. നമുക്ക് വേണ്ടത് അവരെ കണ്ടെത്തുകയാണെന്ന് മാൽപ്പെ അത്തരത്തിൽ പറയുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും കലക്ടർക്ക് വേണ്ടി കുറച്ച് സമയം കൂടി കാത്തിരിക്കും. അതൊരു മര്യാദയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ അനുമതി അതിനൊന്നും കാത്തു നിൽക്കാതെ തെരച്ചിലുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ ഡീസൽ കണ്ടെത്തിയ ഭാഗം, ഇന്നലെ ഈ ലോറിയുടെ അവശിഷ്ട ഭാഗങ്ങൾ കണ്ടെത്തിയ അതേ സ്ഥലം, അവിടെ പരിശോധന നടത്താനാണ് ഇതെല്ലാം തീരുമാനം. അതുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ മാൽപ്പെ പറഞ്ഞത്. മാൽപ്പെ ദൃശ്യങ്ങളിൽ കാണാം, എല്ലാവരും
കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു നിസ്സഹായാവസ്ഥ. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇന്നോ ഇന്നലെയോ നമ്മളിവിടെ കണ്ടിട്ടില്ല. ഏകോപനക്കുറവ് ഇവിടെ വലിയ തോതിലുണ്ട് എന്ന് പറയേണ്ടി വരും. അതിന് ഏതെങ്കിലും വരും മണിക്കൂറുകളിലെങ്കിലും ഈ അനുകൂല കാലാവസ്ഥ മുതലെടുത്ത് ഈ തിരച്ചിൽ വളരെ വേഗത്തിലാക്കി നമുക്ക് ഇതിനൊരു ഉത്തരം ഇന്നോ നാളെയോ കണ്ടെത്താൻ കഴിയാൻ അതിനുള്ള ഇടപെടൽ എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും കുറച്ചു സമയം കൂടി മൽപ്പെ കാത്തിരിക്കും. അതല്ലെങ്കിൽ അനുമതിക്ക് കാത്തു നിൽക്കാതെ അദ്ദേഹം ആ ദൌത്യവുമായി മുന്നോട്ട് പോകും തന്നെ ചെയ്യും എന്നാണ് അശ്വതി അറിയിച്ചിട്ടുള്ളത്. ശരി വൈജു, ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈശ്വർ മൽപ്പെ SDRF അംഗവുമായി സംസാരിക്കുകയാണ്. എവിടെയൊക്കെയാണ് തെരച്ചിൽ നടത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മൽപ്പയെ സംബന്ധിച്ചിടത്തോളം മൽപ്പെ നേരത്തെ തന്നെ തയ്യാറായിരുന്നു. ഇപ്പോൾ കളക്ടറുടെ അനുമതി കാത്തു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. കളക്ടർ 5 മിനിറ്റ് സമയം ചോദിച്ചിരുന്നു. ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്താമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം അരമണിക്കൂറോളം അടുക്കുമ്പോഴും കളക്ടർ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. മൽപ്പെ അതിനായി കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ SDRFന്റെ അംഗവുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 4 ഇടങ്ങളിലാണ് ഏറ്റവും പ്രധാനമായും പരിശോധന നടത്തുകയെന്നാണ് നേരത്തെ മൽപ്പെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അവിടെയാണ് ലോറി കണ്ടെത്താനുള്ള സാധ്യത, ലോറി അവിടെയാണ് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് അദ്ദേഹം പറയുന്നു. ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയാണ് ഷിരൂരിലുള്ളത്. മഴയില്ല, തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഒപ്പം ഒഴുക്ക് കുറവാണ്, തെളിഞ്ഞ വെള്ളമാണ്, വിസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറങ്ങി തെരച്ചിൽ നടത്തുകയാണെങ്കിൽ ലോറി കണ്ടെത്താനാകും എന്ന പ്രതീക്ഷ നമുക്കുണ്ട്. നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം അർജുനെ സംബന്ധിച്ചിടത്തോളം കാണാതാകുന്ന സമയത്ത് അർജുൻ ലോറിക്കകത്താണ് ഉണ്ടായിരുന്നത് എന്ന നിഗമനത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അങ്ങനെയെങ്കിൽ ലോറിയുടെ ക്യാബിൻ തുറന്നു പോയിട്ടില്ല എങ്കിൽ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകുമോ? അവസാനമായി അർജുനെ ഒന്ന് കാണാൻ ആ വീട്ടുകാർക്ക്, കുടുംബാംഗങ്ങൾക്ക് കഴിയുമോ എന്നൊക്കെയുള്ള വൈകാരികമായ ചോദ്യങ്ങൾ കൂടി നമുക്ക് ഈ സമയത്ത് പങ്കുവെക്കേണ്ടതുണ്ട്. എന്തായാലും ഈശ്വർ മൽപ്പെ ഇപ്പോൾ SDRF അംഗവുമായി സംസാരിക്കുന്നു. അവിടെ കാത്തിരിക്കുന്നത് കളക്ടർ എത്താനാണ്. കളക്ടർ എത്തിയ ശേഷം, കളക്ടറെ കണ്ട ശേഷം പുഴയിലേക്ക് ഇറങ്ങിയാൽ മതി എന്ന നിർദ്ദേശമാണ് ഈശ്വർ മൽപ്പയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഈശ്വർ മൽപ്പെ മാത്രമാണ് ഇന്ന് ഇറങ്ങി പരിശോധിക്കുക, പുഴയിൽ ഇറങ്ങി പരിശോധിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SDRF സംഘവും NDRF സംഘവും അവിടെ ഉണ്ടെങ്കിലും അവരുടെ ഒരു മേൽനോട്ടം ഉണ്ടാകുമെന്നേ ഉള്ളൂ. അവരുടെ ഡൈവേഴ്സ് അവിടെ എത്തിയിട്ടില്ല എന്ന് മൽപ്പെ പറയുന്നു. ഇപ്പോൾ SDRF അംഗവുമായി സംസാരിക്കുന്ന മൽപ്പയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പുഴയിൽ ഇന്ധനത്തിന്റെ അംശം കണ്ടെത്തിയതും ഓയിലിന്റെ അംശം കണ്ടെത്തിയതും ഇന്ന് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. അടിത്തട്ടിൽ ലോറി ഉണ്ടാകാം എന്ന പ്രതീക്ഷയ്ക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് അത്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഉടനെ ആരംഭിക്കേണ്ടതുണ്ട്. നിർണായക നിമിഷങ്ങളാണ് കടന്നുപോകുന്നത്. നേരത്തെ മനാഫ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ഇറങ്ങി തെരച്ചിൽ നടത്തണം. അതിനെന്തിനാണ് ഇത്തരത്തിൽ തടയിടുന്നത്, ഇടപെടൽ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നും മനാഫ് പറഞ്ഞു. എന്തായാലും വളരെ വേഗം ഇതിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിലെ വനിതാ പ്രവർത്തകരെ സംബന്ധിച്ച് ഈ ഹൈക്കോടതിയുടെ ഈ നിർണായകമായിട്ടുള്ള വിധി? ഇത് യഥാർത്ഥത്തിൽ കോടതി പുറത്തുവിടാൻ പറയും, അല്ലെങ്കിൽ ആ സ്റ്റേ ഹർജി തള്ളും എന്നുള്ളത് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം എന്തിനാണ് ഇത് തടയുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും ചോദിക്കുമല്ലോ. അപ്പൊ കോടതി വെറുതെ അവിടെ ഇരുന്നിട്ട് ഓക്കെ ഇയാള് പുറത്തു വിടണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് അങ്ങ് പുറത്തു വിടണ്ട എന്ന് കോടതി പറയില്ലല്ലോ. അതിന് വ്യക്തമായ കാരണങ്ങൾ കൊടുക്കണമല്ലോ. ഇപ്പോ പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് ആരാണ് പബ്ലിക്? ഇതിൽ മൊഴി കൊടുത്തിരിക്കുന്ന 60ഓളം സ്ത്രീകൾ, അവർക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ. നാച്ചുറലി അവര് വെറുതെ സമയം കളയാനായിട്ട് പോയി പറഞ്ഞ പരാതികളല്ലല്ലോ ഇതൊന്നും. ഷിരൂരിൽ രക്ഷാദൌത്യം ഇപ്പോഴും വൈകുകയാണ്. ഈശ്വർ മൽപ്പയുടെ സംഘം പുഴയിലിറങ്ങാനായി തയ്യാറായി നിൽക്കുകയായിരുന്നു. അതേസമയം കളക്ടർ എത്തിയ ശേഷം പുഴയിലേക്ക് ഇറങ്ങിയാൽ മതി എന്ന നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് കളക്ടറെ കാത്തു നിൽക്കുകയാണ് മൽപ്പയും സംഘവും. അല്പസമയത്തിനകം പുഴയിലേക്ക് ഇറങ്ങി തെരച്ചിൽ നടത്താനാകുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം അല്പസമയം മുമ്പ് നമ്മളോട് പങ്കുവച്ചത്. KV ബൈജു അവിടെ നിന്നും തുടരുന്നുണ്ട്. ബൈജു, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്?
8:30 രാവിലെ 8:30 മുതൽ ഇത്തരത്തിൽ തെരച്ചിൽ തുടരാനാണ് ഇന്നലെ ചേർന്ന യോഗത്തിലൊക്കെ തീരുമാനമെടുത്തത്. ഇപ്പോൾ 10 മണിയോടുകൂടി അടുക്കുന്നു. ഇപ്പോഴും ജില്ലാ കലക്ടറും ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകി. അതായത് താൻ എത്തിയിട്ട് തെരച്ചിൽ നടത്തിയാൽ മതി എന്ന ഒരു നിർദ്ദേശം. നേരത്തെയൊക്കെ ഈ അനുമതി നൽകാത്ത ഒരു കളക്ടറാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിർദ്ദേശമായി രംഗത്ത് വന്നത്. എന്നിട്ട് ആ കളക്ടർ ഇതുവരെ ഇവിടെ എത്താത്ത ഒരു സാഹചര്യം, അതാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ കാണുന്നത്. മാൽപ്പെ അല്പസമയം കൂടി കാത്തിരിക്കും, ഒരുപക്ഷെ 10 മണി വരെ കാത്തിരിക്കുമായിരിക്കും. അത് കഴിഞ്ഞ് ഈ കളക്ടറുടെ വാക്ക് അത് കേൾക്കാതെ തന്നെ തെരച്ചിലുമായി മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വരികയും തെരച്ചിലിന് സന്നദ്ധരാകുകയും ചെയ്തപ്പോഴും ഈ കലക്ടർ ഇടപെട്ട് ഇത്തരത്തിൽ അനുമതി നൽകാതിരിക്കുകയും മാത്രമല്ല പൊടിയിലിറങ്ങിയാൽ കേസെടുക്കുമെന്ന് പോലും ഭയപ്പെടുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി. അദ്ദേഹം അതുകൊണ്ട് ഇവിടുന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇന്നലെ പോലും ഇന്നലെ എത്തിയ മൽപ്പെ കുംട്ട, ഇതിന് തൊട്ടടുത്ത ഒരു സ്ഥലമുണ്ട്, അവിടെ കുംട്ടയിൽ ഇത്തരത്തിൽ കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ എത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പോലും ഭയന്ന ഒരു സമയമുണ്ടായിരുന്നു മാൽപ്പെ. പിന്നീടാണ് സതീഷ് MLA രംഗത്ത് വരുന്നതും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കലക്ടറുടെ ഇത് മറികടന്ന് ഇന്നലെ തെരച്ചിൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. അരമണിക്കൂർ മാത്രം നടത്തിയ തെരച്ചിൽ ലോറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. വളരെ നിർണായകമായ തെളിവുകൾ ലഭിച്ച് ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ ആ സ്ഥലത്ത് ഇന്ന് കൂടുതൽ തെരച്ചിൽ നടത്താൻ സന്നാഹങ്ങളുമായി ആളുകളുമായി എത്തിയപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയുള്ളത്. എന്നാലും മാൽപ്പെ അല്പസമയത്തിനകം തന്നെ ഈ കലക്ടറുടെ വിലക്ക് മറികടന്ന് തെരച്ചിലുമായി മുന്നോട്ട് പോകും. തന്നെ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ നേരത്തെ നമ്മൾ ഇന്നലെയൊക്കെ നിന്നിരുന്ന ആ സ്ഥലത്തു നിന്ന് മാറ്റി കുറച്ച് അകലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഏതായാലും മാധ്യമങ്ങൾക്ക് വിലക്ക് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ബൈജു ഇതിനോടകം തന്നെ 2 തവണ മാധ്യമങ്ങൾ ഇപ്പോൾ ഈ തടസ്സമാകുന്നു അല്ലെങ്കിൽ വൈകുന്നു രക്ഷാപ്രവർത്തനം എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ തേടാൻ ശ്രമിച്ചു. അവിടെ നിന്നും മൽപ്പയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കുറച്ചു നേരം കൂടി നോക്കിയ ശേഷം ഞാൻ ഇറങ്ങുമെന്ന് പറയുന്നു. മൽപ്പയുമായി സംസാരിക്കേണ്ട എന്നതാണ് മാധ്യമപ്രവർത്തകരോട് മാറി നിൽക്കാനുള്ള അതിന്റെ ഒരു ഉദ്ദേശം എന്ന് നമുക്ക് വ്യക്തമാക്കാം അല്ലെ ഈ സാഹചര്യത്തിൽ? തീർച്ചയായും ഒരു പക്ഷേ നമുക്ക് അങ്ങനെയും സംശയിച്ചേക്കാം. മാൽപ്പയോട് നമ്മൾ വിശദീകരണം തേടിക്കൊണ്ടേയിരുന്നു ഓരോ മിനിറ്റുകളിലും എന്തുകൊണ്ട് വൈകുന്നു എന്ന്. കാരണം നമുക്ക് സമയം വളരെ കുറവാണ്. കാരണം ഈ അനുകൂലമായ കാലാവസ്ഥ എത്ര സമയം ഇവിടെ ഉണ്ടാകുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. അത് അശ്വതി കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് കണ്ടതാണ്. ഒരു മഴ, അത് വളരെ ശക്തമായ മഴ, ഒരു പക്ഷേ കുട പോലും താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള കാറ്റും മഴയും വരുന്ന ഒരു പ്രദേശത്ത് ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യം കിട്ടിയിട്ട് ഇത്രത്തോളം ജലനിരപ്പ് താഴ്ന്ന് 2 നോട്ട്സാണ് ഇപ്പോൾ ഈ അടിയൊഴുക്കുള്ളത്. അതായത് 3.5 വരെ ഈ പരിശോധന നടത്താമെന്ന് പറഞ്ഞ നേവി അവരെവിടെയാണ്? അവർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഇന്നലെ അവരെത്തുമെന്ന് പറഞ്ഞു, ഇപ്പോഴും അവർ എത്തിയിട്ടില്ല. എന്തുകൊണ്ട് ഇത്രയും? ഇന്നലെ അത് ഔദ്യോഗികമായി തന്നെ രണ്ട് നോട്ട്സിലാണ് ഈ അടിയൊഴുക്കുന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരുന്നു. എവിടെ പോയി നേവി എന്ന ഒരു ചോദ്യം ഉയരുന്നു. അത് തന്നെയാണ് മാൽപ്പെ പറഞ്ഞത്. അദ്ദേഹം ജീവൻ പണയം വെച്ച് സ്വന്തം റിസ്കിൽ ഈ പുഴയിൽ ഇത്തരത്തിൽ വലിയ ഉദ്യമത്തിനിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് സഹായത്തിനായി അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഈ രക്ഷാദൌത്യത്തിന് കൈകോർക്കാനായുള്ള ഈ നാവിക സേന പോലും ഇവിടെ എത്തിയിട്ടില്ല. മുങ്ങൽ വിദഗ്ധരുടെ സേവനമൊക്കെ ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ സമയങ്ങളിൽ നമ്മളത് കണ്ടതാണ്. ഈ മാൽപ്പെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വടം പൊട്ടി അദ്ദേഹം ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നേവിയുടെ സംഘമെത്തിയാണ് അദ്ദേഹത്തെ രക്ഷിച്ച് കരയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ സഹായം പോലും നൽകാൻ ഒരാളില്ല. എന്നിട്ടും മാൽപ്പെ ധൈര്യം പറയുന്നു, ഞാൻ ഇപ്പോൾ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുമെന്ന്. കാരണം അതാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഒരുപാട് ഇത്തരത്തിൽ ഈ കർണാടകയിൽ പല പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ അപകടപ്പെട്ടവരെ പുഴയിലായാലും കടലിലായാലും രക്ഷപ്പെടുത്തിയതും മൃതദേഹമായും ഒക്കെ പുറത്തെടുത്ത ഒരു മനുഷ്യനാണ്. പലപ്പോഴും മനുഷ്യ സാധ്യമല്ലെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ സതീഷ് MLA ബന്ധപ്പെടുന്നതും ഈ ഒരു രക്ഷാദൌത്യത്തിന് സഹായിക്കണമെന്ന് പറയുന്നതും. മുന്നോട്ട് വന്ന അദ്ദേഹത്തെ ഇപ്പോൾ കൂച്ചുവിലങ്ങുന്ന ഒരു സാഹചര്യം. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാൻ കഴിയാത്ത രീതിയിൽ പോലീസ് നമ്മളെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു, വളരെ ദൂരം മാറ്റി നിർത്തിയിരിക്കുന്നു. ഏതായാലും ദൃശ്യം നമുക്ക് പകർത്താനുള്ള അനുമതിയുണ്ട്, അതിപ്പോൾ നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഇനി കലക്ടർ വന്നാൽ എന്താകും സ്ഥിതി എന്ന് അറിയില്ല. ഇനി കലക്ടർ വരുമോ എന്ന് പോലും അറിയില്ല. ഏതായാലും ആ കലക്ടർക്ക് വേണ്ടിയുള്ള 10 മണി വരെയുള്ള ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ കാണുന്നത്. എത്രയും പെട്ടെന്ന് ഈ തെരച്ചിൽ തുടരണം എന്നാണ് ഈ മാൽപ്പെ വ്യക്തമാക്കുന്നത്. കാരണം ഈ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഉണ്ടാകുന്ന ഓരോ പ്രതിഭാസങ്ങൾ വരുന്ന സമയമാണ്. അത് ഏത് സമയത്തും മാറിയേക്കാം. രാവിലെ വളരെ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇപ്പോൾ തെരച്ചിൽ നടത്തിയാൽ ഒരു പക്ഷേ നമ്മൾ അർജുന്റെ അരികിൽ ഈ ലോറിക്ക് തൊട്ടരികിലെത്തി എന്നൊക്കെ പറയാവുന്ന ഒരു ഘട്ടമായിരിക്കാം ഒരുപക്ഷെ ഇത്. കാരണം ഈ നേരത്തെ മനാഫ് സൂചിപ്പിച്ചതുപോലെ ഈ വാഹനം ഏതെങ്കിലും തരത്തിൽ വെള്ളത്തിൽ പെട്ടുപോയാൽ അതിന്റെ ഡീസൽ, അതിന്റെ ഓയിലൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞ് ഇത്തരത്തിൽ മുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന് ഈ ലോറിയുമായി വർഷങ്ങളായി ഇടപെടൽ നടത്തുന്ന ഒരു അദ്ദേഹം 6ഓളം ലോറികൾ അദ്ദേഹത്തിനുണ്ട്. വാഹനമായി വലിയ തോതിൽ ഇത്തരത്തിൽ അറിവുള്ള ഒരു വ്യക്തിയാണ്.
അതുകൊണ്ട് ഇപ്പോൾ ഒരു പക്ഷെ നമ്മൾ ഇപ്പോൾ ആ ഓയിൽ ഡീസൽ കാണുന്ന സ്ഥലത്ത് തെരച്ചിൽ നടത്തിയാൽ ആ ലോറി അവിടെ കണ്ടെത്തിയേക്കാം. ആ ലോറി അങ്ങനെയാണെങ്കിൽ പിന്നീട് ഏത് രീതിയിൽ മുകളിലേക്ക് കൊണ്ടുപോകണം, മറ്റ് കാര്യങ്ങൾ മാത്രമേ ഇനി അത്തരത്തിലുള്ള സംവിധാനങ്ങൾ മാത്രമേ കൊണ്ടുവരേണ്ടതുള്ളൂ. അത് കണ്ടെത്താനുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ തടസ്സവുമായി ഇപ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും നമ്മൾ ഇവിടുന്ന് തത്സമയം ദൃശ്യങ്ങൾ കാണിക്കുന്നത് ജില്ലാ കളക്ടർ എത്തിയിട്ടുള്ള ആ രീതിയിൽ ഇപ്പോൾ കാത്തിരിക്കുന്നു. ഏതായാലും അനിശ്ചിതത്വമൊന്നും വാക്ക് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നില്ല. ഏത് തടസ്സമുണ്ടായാലും മാൽപ്പെ പറയുന്ന വാക്കനുസരിച്ചാണെങ്കിൽ തെരച്ചിൽ തുടരും. 10 മണിക്ക് തന്നെ തെരച്ചിൽ തുടരും എന്നാണ് മാൽപ്പെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു പക്ഷേ സതീഷ് MLA അദ്ദേഹം ഇവിടെ വന്നേക്കാം. ജില്ലാ ഭരണകൂടവും MLAയുമായി വലിയ തോതിൽ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വിഷയത്തിൽ തന്നെ AK അഷ്റഫ് MLA ഇന്നലെ വ്യക്തമാക്കിയത്, അദ്ദേഹം വളരെ കർശനമായി പറഞ്ഞത് താനും അർജുന്റെ കുടുംബത്തോടൊപ്പം ജില്ലാ കലക്ടറുടെ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നാണ്. അത് ഇന്ത്യ അറിയട്ടെ എന്നാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു വാക്ക് പോലും അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. ഇന്ത്യ മുഴുവൻ ഇത് അറിയട്ടെ എന്നാണ് AK അഷ്റഫ് അവിടെ വ്യക്തമാക്കിയെന്നാണ് നമ്മോട് പറഞ്ഞത്. ഏതായാലും അത്രത്തോളം വലിയ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടും ഈ ജില്ലാ കളക്ടർ ഇപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നു എന്നതിനാണ് ഇവിടെ നൽകാനുള്ള ഏറ്റവും പുതിയ വിവരം. ശരി ബൈജു, എന്തായാലും 10 മണിയോടെ മൽപ്പെ പുഴയിലേക്ക് ഇറങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മൽപ്പയെ ഇപ്പോൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് കളക്ടർ തന്നെയാണ്. കളക്ടർ അങ്ങോട്ടേക്ക് എത്തിയ ശേഷം പുഴയിലേക്ക് ഇറങ്ങിയാൽ മതി എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. എല്ലാ സജ്ജീകരണങ്ങളോടെയും 8 മണിയോടെ തന്നെ അവിടെ എത്തിയതാണ് മൽപ്പയും സംഘവും. ഇന്ന് മൽപ്പെ മാത്രമേ പുഴയിലേക്ക് മുങ്ങുന്നുള്ളൂ എന്ന രീതിയിലാണ് അവിടെ നിന്ന് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത്. SDRF NDRF സംഘവും അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും മൽപ്പയ്ക്ക് സപ്പോർട്ട് നൽകാനാണ് അവർ എത്തിയിരിക്കുന്നത്. അവർ പുഴയിലേക്ക് ഇറങ്ങുന്നില്ല എന്നതാണ് ഈ സമയത്ത് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും ദൗത്യം വൈകുകയാണ്. നല്ല കാലാവസ്ഥ, അടിയൊഴുക്ക് തീരെ കുറവ്, വിസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുഴയിൽ ഇറങ്ങാൻ ഉള്ള തടസ്സം കളക്ടർ അവിടേക്ക് എത്തുക എന്നുള്ളതാണ്. വാർത്താരാമം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഇത് ഒരു കാരണവശാലും